രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 4 മണിക്കൂർ പിന്നിട്ടപ്പോൾ കനത്ത പോളിംഗ് മിക്കയിടത്തും രേഖപ്പെടുത്തുന്നുണ്ട്. സിക്കിമിൽ 34% ഇതുവരെയുള്ള പോളിംഗ്. 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളിലേക്കാണ് വിധിയെഴുതുന്നത്. അതിനിടെ ചിലയിടങ്ങളിൽ സംഘർഷവും ഉണ്ടായി. വിവരങ്ങളുമായി KP അഭിലാഷ് ഇരുന്നു. അഭിലാഷ്, ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടായി, അതിലേക്ക് വരാൻ എന്നാലും ആദ്യഘട്ടങ്ങളിൽ മികച്ച പോളിംഗ് എന്നാണ് ഈ മണിക്കൂറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിവരങ്ങൾ. ഗോപികൃഷ്ണൻ, 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വോട്ടെടുപ്പ് ആരംഭിച്ച് 4 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മികച്ച പോളിംഗ് തന്നെയാണ് പുറത്തുവരുന്നത്. അനൌദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് മിക്കവാറും സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ 30-ലധികം ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായ ചില കണക്കുകൾ പുറത്തു വരുമ്പോൾ അത് 9 മണിവരെ ഉള്ള കണക്കുകളാണ്. പ്രത്യേകിച്ച് 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 ലോക്സഭാ സീറ്റുകളിലേക്കാണ് പോരാട്ടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുന്നതിന് കൂടുതൽ സമയം വേണ്ടിവരും. ഇപ്പോൾ രാവിലെ 9 മണിവരെയുള്ള ഔദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 18.12%. മിസോറാമിൽ 17.5%, ഛത്തീസ്ഗഡിൽ 10.2%, മണിപ്പൂരിൽ 15.6% വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വിഘടനവാദികൾ വോട്ടിംഗ് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള ജമ്മു കാശ്മീരിൽ 11.7% വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എടുത്തു പറയട്ടെ, ഇത് രാവിലെ 9 മണിവരെയുള്ള കണക്കുകളാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം 8 മണിക്കായിരുന്നു സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് വോട്ടെടുപ്പ് ആരംഭിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു. അങ്ങനെ നോക്കുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് മാത്രം 10%-ലധികം വോട്ടുകൾ എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നത് മികച്ച ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് ആദ്യഘട്ടം എത്തും എന്നതിൻ്റെ സൂചന തന്നെയാണ് ലഭിക്കുന്നത്. എന്നാൽ 4 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അനൌദ്യോഗികമായ കണക്കുകൾ വ്യക്തമാക്കുന്നത് 30%-ലേറെ വോട്ടുകൾ ഇതിനോടകം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം മറ്റു ചില അനിഷ്ട സംഭവങ്ങൾ, തുടക്കത്തിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എങ്കിൽ ഇപ്പോൾ ഏറ്റവും അധികം അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശിൽ 25 ലോക്സഭാ സീറ്റുകളിലേക്കും 175 നിയമസഭാ സീറ്റുകളിലേക്കും ഒറ്റഘട്ടത്തിൽ തന്നെ വോട്ടെടുപ്പ് ഇന്ന് പൂർത്തിയാകുന്നുണ്ട്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡുകൾ അടക്കം വലിയ തോതിൽ വ്യാജമദ്യം, കോടിക്കണക്കിന് രൂപ, സ്വർണം ഉൾപ്പെടെയുള്ളവ അനധികൃതമായി പിടിച്ചെടുത്തത് ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു. അത്തരത്തിൽ പണം ഒഴുകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ആന്ധ്രാപ്രദേശ് മാറുന്നു. കള്ളപ്പണത്തിന്റെ ഒഴുക്ക്, വ്യാജമദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ വ്യാപകമായ പ്രചാരണമായിരുന്നു ലഭിച്ചിരുന്നത് എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇത്തരത്തിലൊരു പോരാട്ടം നടക്കുന്ന ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടകൾ നിയോജക മണ്ഡലത്തിലെ ഗുട്ട എന്ന് പറയുന്ന പോളിംഗ് സ്റ്റേഷനിലാണ് ഒരു വോട്ട് ചെയ്യാനെത്തിയ സ്ഥാനാർത്ഥി തന്നെ വോട്ടിംഗ് മെഷീൻ തല്ലി തകർത്ത സംഭവം ഉണ്ടായത്. സേന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ മധുസൂദൻ ഗുപ്തയെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ YSR കോൺഗ്രസിൻ്റെ നേതാവിന് കുത്തേറ്റതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ അക്രമ സംഭവങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിലും ആന്ധ്രാപ്രദേശിൽ നടക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് കാരണമായി പറയുന്നത് ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രയിൽ നിന്ന് തെലങ്കാന വേർപെട്ടതിന് ശേഷമുള്ള ആദ്യമായൊരു പോരാട്ടത്തിനാണ് ആന്ധ്ര ഇത്തവണ വിധിയെഴുത്ത് നടത്തുന്നത്. അങ്ങനെ ഒരു പോരാട്ടത്തിൽ നിലവിൽ ഇപ്പോൾ ഭരണത്തിലുള്ള TDPക്ക് എതിരായ ഒരു വലിയ ജനവികാരം സംസ്ഥാനത്തുണ്ട് എന്ന തരത്തിൽ ഒരു പൊതുനിരീക്ഷണം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. അതോടൊപ്പം YSR കോൺഗ്രസ് ശക്തമായ സാന്നിധ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവ് അല്ലെങ്കിൽ ശക്തമായ ഒരു സാന്നിധ്യം ഉറപ്പിക്കുവാനുള്ള വലിയ സാധ്യതയും കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടമാണ് നിയമസഭയിലേക്ക്. ലോക്സഭയിലേതിനേക്കാൾ പ്രാധാന്യം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ ആന്ധ്രാപ്രദേശിൽ നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അയൽ സംസ്ഥാനമായ തെലങ്കാനയിൽ TRS വലിയ മുന്നേറ്റം നടത്തുമെന്ന വിലയിരുത്തലുകളുണ്ട്. കോൺഗ്രസും BJPയും ഇരു സംസ്ഥാനങ്ങളിലും പ്രതീക്ഷ പുലർത്തുന്നുമുണ്ട്. കാരണം പ്രതിപക്ഷ നിരയിലെ അനൈക്യം തന്നെയാണ് നേട്ടമായി മാറുക എന്ന് BJP വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ NDA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഭാഗമായിരുന്ന TDP ഇത്തവണ BJPയോടൊപ്പം ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന് ആശ്വാസകരമാകുന്നത്. എന്നാൽ TDP അടക്കം സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളത് ഈ സംസ്ഥാനങ്ങളിലെ വലിയ തിരിച്ചടിയായും വിലയിരുത്തുന്നുണ്ട്. ഉത്തർപ്രദേശിലെ പശ്ചിമ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും 30%-ലധികം വോട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിയതായി തന്നെയാണ് അനൗദ്യോഗികമായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. വലിയ പോരാട്ടം തന്നെയാണ് ഈ 8 ലോക്സഭാ സീറ്റുകളിലേക്ക് നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അവിടെ പശ്ചിമ ഉത്തർപ്രദേശിൻ്റെ ജനവിധി എന്താകുമോ, മനസ്സെന്താകുമോ അതായിരിക്കും ഉത്തർപ്രദേശിൻ്റെ ഒരു വിലയിരുത്തലായി വരും ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുക എന്ന തരത്തിലുള്ള ഒരു പൊതുനിരീക്ഷണമാണ് പൊതുവെ ഉത്തർപ്രദേശിനുള്ളത്. എന്തായാലും ഇപ്പോൾ ഉള്ളത്, അതായത് കഴിഞ്ഞ ലോക്സഭ
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 71 സീറ്റുകൾ നൽകി BJPക്ക് വ്യക്തമായ ഒരു ഭൂരിപക്ഷം നൽകിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 2017 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയോടൊപ്പം നിൽക്കുകയും 4-3 ഭൂരിപക്ഷത്തോടുകൂടി സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുകയും ചെയ്തതാണ്. എന്നാൽ അവിടെ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലും BJP വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിനോട് എതിരായ ഒരു വികാരം നൽകിയത്. ഏതായാലും ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ്.